ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിനും മകൻ ഓമയും ഇപ്പോൾ ദുബായിൽ അവധി ആഘോഷത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് എല്ലാ ബിസിനസ് തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് റിലാക്സ് ചെയ്യാനായി മൂവരും ദുബായിലേക്ക് പറന്നെത്തിയത്. ഇപ്പോഴത്തെ ദുബായിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങിയ രസകരമായ കഥ വീഡിയോ ആയി പങ്കിട്ടിരിക്കുകയാണ് താരപുത്രി. ദുബായിൽ ഒരു പെട്രോൾ പമ്പിൽ കയറിയപ്പോഴാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ചെറിയ ക്യാനിൽ വിവിധ പേരുകൾ എഴുതി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ടത്. റിയ, കുമാർ, സിദ്, വിരാട് എന്നിങ്ങനെയാണ് ക്യാനിലെ പേരുകൾ. എന്തിന് നായർ എന്നിവരെ എഴുതിയ ക്യാനുകളുണ്ട്. നായർ വരെ ഉണ്ടായിട്ടും ദിയ എന്ന് എഴുതിയ ഞാൻ കണ്ടില്ല. ആകെ കിട്ടിയത് ദിവ്യ എന്നെഴുതിയ ക്യാനാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ദിവ്യ എന്ന പേര് എനിക്ക് ഇഷ്ടമല്ല. ദിയ എന്ന പേര് തെറ്റിച്ച് പലരും എന്നെ ദിവ്യ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ആ പേരിനോട് വലിയ എതിർപ്പൊന്നുമില്ല, പക്ഷേ അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ പേരിനോട് എനിക്ക് വെറുപ്പുണ്ട്. കാരണം എന്നെ പറ്റിച്ച 3 ക്രിമിനൽസിൽ ഒരുത്തിയുടെ പേര് ദിവ്യ എന്നായിരുന്നു, ദിവ്യ ഫ്രാങ്ക്ലിൻ. അതുകൊണ്ട് തന്നെ ഈ പേര് എവിടെ കണ്ടാലും ദേഷ്യമുണ്ട്. മാത്രമല്ല ഇഷാനിയൊക്കെ എന്നെ കളിയാക്കി വിളിക്കുന്നതും ദിവ്യ എന്നാണ്. അതുകൊണ്ട് മാത്രം ദിവ്യ എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്ന ക്യാൻ ഞാൻ എടുത്തു. ഇത് മറ്റുള്ളവരെ ഓർമ്മയ്ക്കായി നമുക്ക് കുടിക്കാം. അവളിപ്പോൾ ജയിലിലാണോ കാട്ടിലാണോ എന്നൊന്നും അറിയില്ലെന്ന് പറഞ്ഞാണ് ദിയ വീഡിയോ അവസാനിപ്പിച്ചത്. 5-8 മാസം മുമ്പാണ് ദിയയുടെ OMY എന്ന സ്ഥാപനത്തിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നത്. സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്തിരുന്ന 3 യുവതികളാണ് തട്ടിപ്പ് നടത്തിയത്. QR കോഡ് വഴിയാണ് മൂവരും പണം തട്ടിയത്. ഏകദേശം 60 ലക്ഷത്തിന് മുകളിൽ ദിയയ്ക്ക് ഈ തട്ടിപ്പിലൂടെ നഷ്ടമായി. സംഭവവുമായി ബന്ധപ്പെട്ട് ദിയ പോലീസിൽ പരാതി നൽകിയിരുന്നു. ദിവ്യ, രാധകുമാരി, വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവരാണ് കേസിലെ പ്രതികൾ. ദിയ അറിയാതെ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. പിന്നീട് ജീവനക്കാർ അത് പങ്കിട്ടെടുത്ത് വിവിധ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. കുറച്ച് പണം മാത്രമാണ് ദിയയ്ക്ക് തിരികെ ലഭിച്ചത്. ബാക്കിയുള്ളവ തിരികെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസ് പുരോഗമിക്കുന്നതാണ് ദിയയുടെ പുതിയ വീഡിയോയുടെ വൈറലായതോടെ നിരവധി പേരാണ് താരപുത്രിയെ പ്രശംസിച്ചെത്തിയത്. ഇതുപോലുള്ള മോശം അനുഭവങ്ങൾ രസകരമായ രീതിയിൽ ഷെയർ ചെയ്യാൻ ദിയയ്ക്ക് മാത്രമേ കഴിയൂ. ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കാണാനും ആസ്വദിക്കാനും കഴിയും. പക്ഷേ ഈ അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തി എന്ന നിലയിൽ ദിയയ്ക്ക് ഇതെല്ലാം മറക്കാനും ഉൾക്കൊള്ളാനും വരെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. അവരോടുള്ള ദേഷ്യം കുടിച്ചു തീർക്കാനാണ് മറ്റു ചിലർ രസകരമായി കുറിച്ചത്. ഇത്തരം കമൻറ്റുകൾക്കൊപ്പം അച്ഛൻ കൃഷ്ണകുമാറുമായി ദിയയ്ക്ക് ശരീരഭാരമെങ്കിലും ശരീരഭാഷയിലും സംസാരത്തിലുമുള്ള സാമ്യതയെയും കുറിച്ചും ചിലർ കമൻറ്റുകൾ എഴുതിയിട്ടുണ്ട്. ദിയ സംസാരിക്കുമ്പോഴുള്ള സ്വാഗിൽ പോലും കൃഷ്ണകുമാറിനെയാണ് കാണാൻ കഴിയുന്നതെന്നും കമൻറ്റുകളുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.